മദ്രസയിലെ 6-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൻ്റെ 4-ാമത്തെ പാഠത്തിൽ സ്വലാത്തുൽ വിത്തിരി വ തഹജ്ജുദ് എന്നുള്ള പാഠത്തിൻ്റെ തഹജ്ജുദ് എന്നുള്ള ഭാഗം ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടാണിത്. തഹജ്ജുദ് നിസ്കാരം നോക്കാം. രാത്രി ഉറങ്ങിയുണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. എപ്പോഴാണ്? രാത്രി ഇശാക്ക് നിസ്കരിച്ച് കടന്നുറങ്ങണം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട്, അതായത് ചെറിയൊരു ഉറക്കെങ്കിലും, ഉറക്കെന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് എണീച്ചിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് തഹജ്ജുദ് സുന്നത്ത് ഉണ്ടാവുള്ളൂ. സാധാരണ രീതിയിലുള്ള 2 റക്അത്ത് നിസ്കാരമാണത്. സാധാരണ നമ്മൾ നിസ്കരിക്കൂലേ, അതേപോലെ തന്നെ 2 റക്അത്ത് നിസ്കാരമാണത്. തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക എന്നും നിസ്കരിക്കുക. കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വലിയൊരു മാർഗമാണ് എന്ത്? തഹജ്ജുദ് നിസ്കാരം. പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ് അത്. ഓക്കെ, പാപമോചനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികളൊന്നും ചെയ്യാതെ മനുഷ്യനെന്ത് ചെയ്യും? തടയും. പിന്നെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. രോഗങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കാനും കാരണമാണ്? തഹജ്ജുദ് നിസ്കാരം കാരണമാണ്. ഇനി തഹജ്ജുദിൻ്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. എത്ര റക്അത്ത് വരെ നിസ്കരിക്കാം? അങ്ങനെ ഒന്നുമില്ല. എത്ര റക്അത്ത് നിസ്കരിക്കുക? 2 റക്അത്ത് എത്രയും നിസ്കരിക്കാം. ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. റക്അത്തുകൾ കൂട്ടുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിപ്പിക്കലാണ്. ഒരുപാട് നിസ്കരിക്കുക. ഇപ്പം 10 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നല്ല എന്താണ്? 2 റക്അത്ത് നിസ്കരിച്ച് ഒരുപാട് സൂറത്തുകളൊക്കെ ഓതിയിട്ട്, അല്ലെ വലിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നൃത്തം ദീർഘിപ്പിക്കലാണ് ഉത്തമം. സ്വന്തമായി തഹജ്ജുദ് ശീലിക്കുന്നതോടൊപ്പം കുടുംബത്തെയും ഇതിന് പ്രേരിപ്പിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാഥൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലിത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അത് മറക്കരുത് കേട്ടോ. ഇനി നോക്ക്, തദ്രീബാത്ത് നോക്ക്. വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ അവസാനം, എല്ലാ നിസ്കാരങ്ങളും കഴിഞ്ഞിട്ട് അവസാനത്തെ സമയമാകലാണ് ഏറ്റവും നല്ലത്. വിത്ർ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എത്രയാണ്? ഏറ്റവും ചുരുങ്ങിയ രൂപം 1 റക്അത്താണ്. വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തുൽ അഅല, സബിഹിസ്മ, അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതുപോലെ തന്നെ അവസാനത്തെ റക്അത്തിൽ ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇനി പതിവായ റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിന് വിധി എന്താ? കറാഹത്താണ്. നിസ്കരിക്കാൻ പറ്റൂല ഒന്നുമില്ല, പക്ഷെ കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണതാ? ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പാപമോചനങ്ങളിൽ നിന്ന് പാപമോചനത്തിനുള്ള വഴിയും, അതുപോലെ തന്നെ അള്ളാഹു തആല പാപങ്ങളൊക്കെ പൊറുക്കും. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയും. അതുപോലെ തന്നെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അത് ശീലമാക്കുമ്പോൾ മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതാണത്. അതുപോലെ തന്നെ അള്ളാഹുലേക്ക് ഇങ്ങനെ അടുക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. അള്ളാഹിനോട് അടുക്കേണ്ട നമ്മളൊക്കെ. അതുപോലെ തന്നെ അടുത്തതാണ് അള്ളാഹ് ശരി അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ശരിയോ നൽകുക എന്നുള്ളതാണ്. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. എല്ലാ മുസ്ലിമിനും ബാധ്യതയല്ലേ? അൽ വിത്ർ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം എന്നല്ലേ? അപ്പോൾ അത് എന്താണ്? ശരിയാണ്. തഹജ്ജുദ് നിസ്കാരം ഇശാഇന് ശേഷമാണ് നിർവഹിക്കേണ്ടത്, അല്ലേ? ഇശാഇന് ശേഷം ഉറക്കമുണർന്നതിന് ശേഷമാണ് നിസ്കരിക്കുക. ഇശാഇന് ശേഷം ഉറക്കമുണർന്നതിന് ശേഷമാണ് നിസ്കരിക്കുക. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്, അല്ലേ? സുന്നത്തല്ലേ? അപ്പോൾ അത് ശരി. തഹജ്ജുദിൻ്റെ റക്അത്തുകൾക്ക് പരിധിയുണ്ടോ? ഇല്ല. അപ്പോൾ അത് ശരിയാണ്. റമളാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്ത് ഇല്ല. റമളാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്ത് ഉണ്ട് എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. പിന്നെ കമ്മിൽ പൂരിപ്പിക്കാം. വിത്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ എണ്ണം എത്രയാണ്? അതെ, 11. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക
മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലേ? അത് പൂർണ്ണമായിട്ട്. അപ്പോൾ നമ്മൾ കാണാൻ പഠിക്കണം എന്നാണ് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്ത് ഇവിടെ എന്താണ് പൂരിപ്പിക്കാൻ കൊടുത്തത് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ കാണാൻ പഠിക്കണം എന്നുള്ളതാണ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. കറക്റ്റ് നോക്കണം കേട്ടോ എങ്ങനെ എഴുതണം എന്നുള്ളത്. അൽ ഖുദ്ദൂസ്. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്വലാത്തുൽ വിത്രി വ തഹജ്ജുദ് എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്.